കുവൈറ്റിൽ മരണപ്പെട്ട പന്തളം സ്വദേശിയായ ആകാശ് ശശിധരൻ്റെ വീട്ടിന് മുന്നിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി അഷിൻ ചേരുന്നുണ്ട്. വീട്ടിലിപ്പോൾ മാതാവ് മാത്രമാണുള്ളത്. അഷിൻ ഡിയാഗോ ചേരുന്നു. അഷിൻ, വളരെ വേദനിപ്പിക്കുന്നതാണ് ആകാശിൻ്റെ വാർത്തയും. നമ്മൾ പറഞ്ഞ കഥകൾ ഉള്ളതുപോലെ തന്നെ വളരെ വേദനാജനകമായൊരു അനുഭവമാണ്. അദ്ദേഹത്തിൻ്റെ അമ്മ മാത്രമേ ഉള്ളൂ എന്നാണ് മനസ്സിലാക്കുന്നത്. മൃതദേഹം അമ്മ വിവരം അറിഞ്ഞിട്ടുണ്ടാവും ഇതിനകം തന്നെ. ബന്ധുക്കളൊക്കെ എത്തിയിട്ടുണ്ടോ? സുഹൃത്തുക്കളൊക്കെ എത്തിയിട്ടുണ്ടോ? എപ്പോഴേക്കാണ് സംസ്കാര ചടങ്ങുകൾ നിശ്ചയിച്ചിരിക്കുന്നത് അഷിൻ? അരുൺ, പന്തളം സ്വദേശി ആകാശിൻ്റെ വീടിന് മുന്നിലാണ് ഞാൻ ഇപ്പോഴുള്ളത്. ഈ വീടിനും ഒരു വലിയൊരു കഥ പറയാനുണ്ട്. പക്ഷെ അതിന് മുൻപ് ഇപ്പോൾ ഈ വീട്ടിൽ അമ്മ മാത്രമാണുള്ളത്. അമ്മയും 1-2 ബന്ധുക്കൾ മാത്രമാണ് ഈ വീട്ടിലുള്ളത്. ബാക്കി എല്ലാവരും കൊച്ചി വിമാനത്താവളത്തിലേക്ക് ഈ ആകാശിൻ്റെ മൃതദേഹം ഏറ്റുവാങ്ങുന്നതിനായി പോയിരിക്കുകയാണ്. അവിടെ നിന്നും പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള ആംബുലൻസിൽ ആണ് മൃതദേഹം എത്തിക്കുക. മൃതദേഹം പക്ഷേ ഈ വീട്ടിലേക്കല്ല കൊണ്ടുവരുന്നത്. തൊട്ടടുത്ത് തന്നെയുള്ള ഇടപ്പൂൺ എന്ന സ്ഥലത്തെ ആ ഒരു മോർച്ചറിയിലേക്കാണ് ഈ മൃതദേഹം മാറ്റുക. കാരണം നാളെയാണ് ഈ ആകാശിൻ്റെ സംസ്കാര ചടങ്ങുകൾ നിശ്ചയിച്ചിട്ടുള്ളത്. കാരണം ആകാശിൻ്റെ സഹോദരി ഭർത്താവ് വിദേശത്താണ്, ദുബായിലാണ്. അവിടെ നിന്നും അദ്ദേഹം നാട്ടിലേക്ക് എത്തേണ്ടതുണ്ട്. ഈ ഒരു സമയം കൊണ്ടാണ് നാളത്തേക്ക് സംസ്കാര ചടങ്ങുകൾ നടക്കുക. ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം, നാളെ ഉച്ചയ്ക്ക് 2:30 സംസ്കാര ചടങ്ങുകൾ നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഈ വീട്ടുവളപ്പിൽ തന്നെയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. ഈ വീടിന് മുൻവശത്തായി ഒരു ചെറിയ സ്ഥലമുണ്ട്. വലിയ സ്ഥലമൊന്നുമില്ലെങ്കിലും ഈ ഒരു സ്ഥലത്ത് തന്നെയായിരിക്കും അദ്ദേഹത്തെ സംസ്കരിക്കുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ വീട്ടിലിപ്പോൾ അമ്മ മാത്രമാണുള്ളത്. ഇവിടെ ഈ പന്തൽ പണി ഒക്കെ നടക്കുന്നുണ്ട്. സംസ്കാര ചടങ്ങുകളുമായി ബന്ധപ്പെട്ട ഒരു ചടങ്ങുകളൊക്കെ നടക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങളിലാണ് ഈ വീടുകൾ നടക്കുന്നത്. പക്ഷേ ഈ അമ്മ ഇപ്പോഴും അകത്ത് തന്നെയാണ്. ഇന്നലെ ഈ മരണവാർത്ത അറിഞ്ഞത് മുതൽ അമ്മയുടെ കണ്ണുനീർ തോർന്നിട്ടില്ല. അത് ഇപ്പോഴും തുടരുകയാണ്. അമ്മ ഇതുവരെ പുറത്തേക്ക് പോലും വന്നിട്ടില്ല. ഈ ബന്ധുക്കൾ 11:30 ഈ മൃതദേഹം ഏറ്റുവാങ്ങി ഇങ്ങോട്ട് പുറപ്പെടും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഈ ഒരു സ്ഥലത്ത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ, ഈ ഒരു സ്ഥലത്താകും ആകാശിൻ്റെ സംസ്കാര ചടങ്ങുകൾ, അല്ലെങ്കിൽ ആകാശിനെ സംസ്കരിക്കുക. ആകാശ് ഏറെ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയൊരു വീടാണിത്. കാരണം അദ്ദേഹത്തിൻ്റെ അച്ഛൻ ചെറുപ്പകാലത്ത് തന്നെ മരണപ്പെട്ടതാണ്. പിന്നീട് അമ്മയാണ് ഈ ആകാശിനെയും സഹോദരിയെയും ഈ ഒരു നിലയിലേക്ക് എത്തിച്ചത്. അമ്മ മെഡിക്കൽ സ്റ്റോറിലെ ജീവനക്കാരിയാണ്. വളരെ കഷ്ടപ്പെട്ടാണ് ഇവർ ജീവിച്ചിരുന്നത്. ഈ ആകാശ് 8 കൊല്ലം മുമ്പാണ് കുവൈത്തിലേക്ക് ജോലിക്കായി പോകുന്നത്. അവിടെ നിന്നും സമ്പാദിച്ച പണം കൊണ്ടാണ് ഈ ഒരു വീട് ഇന്ന് കാണുന്ന ഈ ഒരു നിലയിലേക്ക് എത്തിയത്. നേരത്തെ അച്ഛൻ ഈ ഒരു വീടിൻ്റെ ആദ്യ നില മാത്രമായിരുന്നു പൂർത്തീകരിച്ചിരുന്നത്. പിന്നീട് ആകാശിൻ്റെ ഒരു കഠിനാധ്വാനമാണ് ഈ ഒരു വീട് ഈ ഒരു നിലയിലേക്ക് എത്തിച്ചത്. മാത്രമല്ല, ഈ അമ്മ ആകാശിന് വേണ്ടി വഴിപാടുകളൊക്കെ നേർന്ന് തൻ്റെ മകൻ്റെ കല്യാണത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ഇതിനിടയിലാണ് ഈ ഒരു ദുരന്ത വാർത്ത അമ്മയെ തേടി എത്തിയിട്ടുള്ളത്. അമ്മയും ഇന്നലെ ഈ വാർത്ത കേട്ടത് മുതൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ, കട്ടിലിൽ കിടന്നതാണ്. പിന്നീട് ആ അമ്മ ആ ഒരു കരച്ചിലോടുകൂടി ഇപ്പോഴും അവിടെ തന്നെ തുടരുകയാണ്. നിലവിൽ എന്തായാലും ഇവിടെ ബന്ധുക്കളൊക്കെ എത്തുന്നതേ ഉള്ളൂ. ഈ മൃതദേഹം ഇവിടെ എത്തിച്ചതിന് ശേഷമാകും കൂടുതൽ ബന്ധുക്കൾ ഇവിടെ എത്തിക്കുക. പക്ഷേ നേരെ ഈ ഇടപ്പൂൺ എന്ന മോർച്ചറിയിലേക്കാണ് കൊണ്ടുപോകുക. അവിടെ നിന്നും നാളെ രാവിലെ മൃതദേഹം വീട്ടിലേക്ക് എത്തിച്ച് സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കി 2:30 ഈ സംസ്കാര ചടങ്ങുകൾ ആക്കാനാണ് ഇപ്പോൾ നിശ്ചയിച്ചിട്ടുള്ളത്. എന്തായാലും ഈ ഒരു വീട് വളരെ വിഷമിപ്പിക്കുന്നൊരു കാഴ്ചയാണ്. കാരണം ശരിയാണ് അഷിൻ, ബന്ധുക്കളുടെ മുഖത്ത് പോലും നമുക്ക് ക്യാമറ ഫോക്കസ് ചെയ്യാൻ പോലും കഴിയാത്ത വിധത്തിൽ വളരെ ദുഃഖാർദ്രമാണ് അവരെല്ലാവരും തന്നെ. ആ അമ്മയുടെ കഥയും വളരെ വേദനിപ്പിക്കുന്നതാണ്. അച്ഛൻ നന്നേ ചെറുപ്പത്തിൽ മരിച്ച് അദ്ദേഹം ഈ സഹോദരനെയും സഹോദരിയും നോക്കാൻ വേണ്ടി അമ്മ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ടാവണം. ഒടുവിൽ ആകാശ് കുവൈറ്റിലെത്തിയതിന് ശേഷമാണ് ആ വീടിൻ്റെ മുകൾ നില പണിയുന്നത്. ആ വീട്ടിലേക്ക് അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയായ ആരെങ്കിലും ഒരാളെ കൂടി കൊണ്ടുവരണം എന്നൊക്കെ അമ്മ ആഗ്രഹിക്കുന്നു. അമ്മ അതിനുള്ള വഴിപാടുകൾ നേർന്ന് കാത്തിരിക്കുന്നു. അങ്ങനെ ആകാശിൻ്റെ ഒരു പങ്കാളിയെ കൂടി ആ വീട്ടിലേക്ക് സ്വീകരിക്കാൻ അമ്മ തയ്യാറെടുത്തിരിക്കുമ്പോഴാണ് മരണം. രംഗബോധമില്ലാത്ത കോമാളി എന്നൊക്കെ പറയുന്നത് ഇത്തരം ഘട്ടങ്ങളിലാണ്.